ഗുണ്ടൽപേട്ടിലെ ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1315 ഹൊയ്സാല കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം പണിയിപ്പിച്ചത്. വീരബല്ലാല രാജാവാണ് ഈ ഐതിഹാസികമായ ക്ഷേത്രം നിർമ്മിച്ചത്. പിന്നീട് മൈസൂരിലെ വോൾഡയാർ രാജവംശം ഈ കുന്നിൻ മുകളിലെ ക്ഷേത്രം വളരെയധികം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദുദേവനായ കൃഷ്ണന്റെ പേരുകളിൽ ഒന്നായ ഗോപാലസ്വാമിക്ക് സമർപ്പിക്കുന്ന ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന്റെ ഗോപുരം ഒറ്റത്തട്ടുള്ളതും ചുറ്റുമതിലിന്റെ കോമ്പൗണ്ട് ഭിത്തിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. മുഖമണ്ഡപത്തിൽ, അതായത് അകത്തെ പൂമുഖം, ഒരു ധ്വജസ്തംഭം, അതായത് കൊടിത്തൂൺ ഉണ്ട്. അതുപോലെ മുഖമണ്ഡപത്തിന്റെ മുൻവശത്തെ ഭിത്തിയിൽ ദശാവതാരമായ ഹിന്ദുദേവനായ വിഷ്ണുവിന്റെ അവതാരങ്ങൾ, അതായത് ശില്പം, കൃഷ്ണാവതാരം, അതിൽ അദ്ദേഹം കൃഷ്ണനായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ശില്പത്തിന്റെ മധ്യഭാഗം അടങ്ങിയിരിക്കുന്ന ഗർഭഗൃഹത്തിന്, അതായത് കോവിലിന്റെ മുകളിൽ ഒരു ശിഖര ഗോപുരം കൂടി നമുക്ക് കാണാൻ കഴിയും. ഗർഭഗൃഹത്തിൽ ഒരു മരത്തിനടിയിൽ ഓടക്കുഴൽ വെച്ചിരിക്കുന്ന കൃഷ്ണന്റെ വിഗ്രഹമാണുള്ളത്. കൃഷ്ണൻ തന്റെ സുഹൃത്തുക്കളോടൊപ്പം നിൽക്കുന്നു. ഇടതുകാലിന്റെ പെരുവിടൽ വലതുകാലിൽ അമർത്തി നൃത്തം ചെയ്യുന്നതാണ് ഈ ഭാവം കാണാൻ കഴിയുന്നത്. കൃഷ്ണന്റെ അവതാരത്തിന്റെ നിരവധി കഥാപാത്രങ്ങളെയും ഐക്കണുകളും നമുക്ക് ആ പാനലുകളിൽ കാണാൻ പറ്റും. അതേപോലെ ക്ഷേത്രത്തിന്റെ അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോപാലസ്വാമിയുടെ വിഗ്രഹത്തിനരികിൽ അദ്ദേഹത്തിന്റെ ഭാര്യമാരായ രുക്മിണിയെയും സത്യഭാമയെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിഹാസങ്ങൾ പറയുകയാണെങ്കിൽ അഗസ്ത്യമുനി കഠിനമായ തപസ് അനുഷ്ഠിച്ചു എന്നും അതിന്റെ ഫലമായി വിഷ്ണു ഈ സ്ഥലത്തെ അനുഗ്രഹിക്കുകയും ഇവിടെ വസിക്കുന്നുവെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ആരാധനയ്ക്കും തപസ്സിനും വേണ്ടിയുള്ള സ്ഥലമായതിനാൽ സംസ്കൃതത്തിൽ ഹംസയുഗങ്ങളുടെ തടാകം എന്നർത്ഥം വരുന്ന ഹംസതീർത്ഥം എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. ഹിന്ദു മതത്തിൽ ഹംസം ഒരു പുരാണമായ പ്രാധാന്യം നൽകുന്നു. അറിവ്, ശാന്തത, മോക്ഷം എന്നിവയുടെ പ്രതീകമാണ്. മറ്റ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിന്റെ ഭാഗമായതിനാൽ ഈ കുന്നുകളിൽ കാട്ടാനകൾ പതിവായി വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചുറ്റും ഇലക്ട്രിക് സംരക്ഷണ ഭിത്തികളുണ്ട്. ചുറ്റുമുള്ള കുന്നുകളും താഴ്വരകളുടെയും കാഴ്ചകൾ ഈ സ്ഥലം വളരെ പേരുകെട്ടതാണ്. നിരവധി സന്ദർശകർ ഉദയസമയത്തും സൂര്യാസ്തമയ സമയത്തും ഇവിടെ വരുന്നതും ചുറ്റുമുള്ള ആ കാറ്റ് കൊണ്ട് ഈ സ്ഥലം ആസ്വദിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ കടുവ, പുള്ളിപ്പുലി, കാട്ടാനകൾ, നിരവധി വന്യമൃഗങ്ങളും ഇന്ത്യൻ ഗൗർ, ചിറ്റാൽ, സാമ്പാർ തുടങ്ങിയ സസ്യബുക്കുകളെയും പ്രധാനമായ ഒരു ആവാസ കേന്ദ്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. 1972 വന്യജീവി നിയമപ്രകാരം ഇത് കുറ്റകരമാണ്.